So students, let's move to our 15th question. Question ശ്രദ്ധിക്കുക. A contract on construction job specifies a penalty for delay of completion beyond a certain date as follows. അതായത് നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ ജോബ് ഉണ്ട്, അതൊരു കോൺട്രാക്ടർ ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു പ്രത്യേക, അതായത് നിശ്ചയിച്ചുറപ്പിച്ച ഒരു ദിവസത്തിന് ശേഷമുള്ള ഓരോ ദിവസത്തെയും ഡിലേക്ക് അയാള് ദിവസത്തിനനുസരിച്ച് എന്ത് കൊടുക്കണം? പെനാൽറ്റി കൊടുക്കണം. ഓക്കെ, അപ്പൊ പറയുന്നത് ആദ്യത്തെ ദിവസം 200 രൂപ, രണ്ടാമത്തെ ദിവസം 250 രൂപ, മൂന്നാമത്തെ ദിവസം 300 രൂപ, ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദിവസം 50 രൂപ വെച്ചിട്ട് അയാളുടെ പെനാൽറ്റി എമൗണ്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൗ മച്ച് മണി ദ കോൺട്രാക്ടർ ഹാസ് ടു പേ ആസ് പെനാൽറ്റി ഇഫ് ഹി ഹാസ് ഡിലേഡ് ദ വർക്ക് ബൈ 30 days. അയാള് ആ ഒരു ജോലി 30 ദിവസം ഡിലേ ചെയ്തിട്ടാണ് പൂർത്തിയാക്കിയത് എന്നുണ്ടെങ്കിൽ അയാൾ എത്ര രൂപ പെനാൽറ്റി എമൗണ്ട് ആയിട്ട് കൊടുക്കണം എന്നാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇത് നമുക്ക് ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഡെയിലി ലൈഫ് ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ടേബിൾ ചെയ്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നോക്കുമ്പോ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുണ്ട്? ഡേയ്സ് തന്നിട്ടുണ്ട്. അതേപോലെ ഓരോ ദിവസത്തെയും എമൗണ്ട്, ഒരു ആദ്യത്തെ 3 എമൗണ്ട് തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ഞാൻ ഒന്ന് എഴുതി നോക്കിയാൽ നമ്പർ ഓഫ് ഡേയ്സ്, ഓക്കെ, അതേപോലെ പെനാൽറ്റി എമൗണ്ട്, ഇങ്ങനെ ഞാൻ ടേബിൾ ചെയ്യാണ്. അപ്പോ നമ്പർ ഓഫ് ഡേയ്സ്, ഫസ്റ്റ് ഡേ എത്ര രൂപ കൊടുക്കണം? 200 രൂപ. സെക്കൻഡ് ഡേ 250 രൂപ. മൂന്നാമത്തെ ദിവസം 300. ഓക്കെ, അങ്ങനെ 30 ദിവസത്തെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30 ദിവസം കഴിയുമ്പോൾ മൊത്തം അയാൾ എത്ര എമൗണ്ട് കൊടുക്കണമെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? ഇതിലെ ഓരോ സക്സസീവ് ടേംസും തമ്മിൽ എന്തുണ്ട്? ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്, ആണല്ലോ. അപ്പോ ദിസ് ക്യാൻ ബി ടേക്കൺ അല്ലെങ്കിൽ ദിസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഓക്കെ, അപ്പൊ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 30 ദിവസത്തെ അല്ലെങ്കിൽ 30ാമത്തെ ദിവസം മൊത്തം അയാൾ എത്ര എമൗണ്ട് കൊടുക്കണമെന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 30ാമത്തെ ദിവസത്തെ എമൗണ്ട് ആണോ അതോ ആദ്യത്തെ 30 ദിവസത്തെ ടോട്ടൽ എമൗണ്ട് ആണോ കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ, അതിൽ കൺഫ്യൂഷൻ വരരുത്. ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പോ ഇങ്ങനെ കൂടി പോവല്ലേ, അപ്പൊ 30ാമത്തെ ദിവസത്തേതാണ് വരുന്നത് എന്ന് കൺഫ്യൂഷൻ വരും. അല്ല, കാരണം ആദ്യത്തെ ദിവസം 200 ഫുള്ള് കൊടുക്കണം. രണ്ടാമത്തെ ദിവസം ഈ 200ന്റെ കൂടെ അല്ല 50 രൂപ കൊടുക്കുന്നത്, അത് വേറെ എമൗണ്ട് ആണ്, 250. ഓക്കെ, അതേപോലെ മൂന്നാമത്തെ ദിവസം 300, അതായത് 250ന്റെ കൂടെ 50 കൂട്ടി 300, അങ്ങനെയല്ല കൊടുക്കേണ്ടത്, ആ ദിവസം 300 രൂപ കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തം എത്ര എമൗണ്ട് 30 ദിവസത്തേക്ക് കൊടുക്കണമെന്ന് ചോദിച്ചാൽ we have to find the sum of the terms. Okay, we have to find the sum of the 30 terms. Okay, അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? Yes, 30. Okay, sum of first 30 terms of this AP. Okay, ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കൺസിഡർ ചെയ്താൽ we have to find the first 30 terms. Okay, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലെ ചെയ്തു പോകുന്നത് എങ്ങനെയാണ്? 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 30ാമത്തെ ദിവസത്തെ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ ഫോർമുലയായ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, ഓക്കെ, അത് അപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ നേരിട്ട് n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് കൊടുക്കുന്നത്. n/2, ഓക്കെ, 30/2 ഇൻറ്റു 2 ഇൻറ്റു a, അതായത് ഫസ്റ്റ് ടേം 2 ഇൻറ്റു 200 പ്ലസ്, ഓക്കെ, പിന്നെ n-1, 30 - 1 is equal to 29. 29 into common difference എത്രയാണ്? 50. Okay, so 30/2 into 2 into 200 plus 29 into 50 എന്നാണ്. ഓക്കെ, അപ്പൊ 30/2 is equal to 15. ഓക്കെ, 2 into 200 is equal to 400. 29 into 50 is equal to 1450. ഓക്കെ, അപ്പൊ നമ്മൾ 1450 400 കൂട്ടുമ്പോൾ we get 1850 into 15 is equal to 27,750 rupees. അയാള് ഈ 30 ദിവസം ഈ ജോലി ഡിലേ ചെയ്താൽ പെനാൽറ്റി എമൗണ്ട് ആയിട്ട് ടോട്ടൽ എത്ര നടക്കേണ്ടത്? 27,750 രൂപ അടയ്ക്കണം. ഓക്കെ, നിങ്ങൾക്ക് രണ്ടാമത്തെ മെത്തേഡിലൂടെ ചെയ്യാം. 30ാമത്തെ ദിവസത്തെ എമൗണ്ട് കണ്ടുപിടിച്ചിട്ടും സെക്കൻഡ് ഫോർമുല ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഓക്കെ, So students, let's move to our 16th question. Question നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. A sum of ₹700 is to be used to give 7 cash prizes to students of a school for their overall academic performance. Okay, ഒരു സ്കൂളിലെ 7 കുട്ടികൾക്കായിട്ട് 700 രൂപ, അതായത് 7 പേർക്കും കൂടെയാണ് ടോട്ടൽ എത്രയായിട്ട് കിട്ടുന്നത്? 700 രൂപ എന്താണ് ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ അക്കാഡമിക് പെർഫോമൻസ്. ഓക്കെ, അതിനു വേണ്ടിയിട്ട്. If each prize is 20 less than the preceding term,
അതായത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആളിനേക്കാൾ 20 രൂപ കുറഞ്ഞായിരിക്കും സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആൾക്ക്. അതേപോലെ സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളിനേക്കാൾ 20 കുറവായിരിക്കും തേർഡ് പ്രൈസ് കിട്ടിയ ആൾക്ക്. ഓക്കെ, അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നതെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഈച്ച് ഓഫ് ദ പ്രൈസസ്. നമുക്ക് ഈ ഓരോ പ്രൈസിന്റെയും വാല്യൂസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആൾക്ക് എത്ര എമൗണ്ട് ആണ് നമ്മൾ പ്രൈസ് എമൗണ്ട് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അതേപോലെ സെക്കൻഡ് കിട്ടിയ ആൾക്ക് എത്ര രൂപയാണ് പ്രൈസ് എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാൻ ഇല്ല. ഓക്കെ, ഒരു തുടക്കം കിട്ടണം. അപ്പൊ തുടക്കം എന്ന് പറയുന്നത് നമുക്ക് അൺനോൺ ആണ്. അപ്പൊ നമ്മൾ അതിന് എന്ത് കൊടുക്കുന്നു? വേരിയബിൾ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ കൊടുക്കാം. പക്ഷേ ഞാനിവിടെ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഫസ്റ്റ് ടേമിനെ നമ്മൾ എ വെച്ച് റെപ്രസെന്റ് ചെയ്താണ് പഠിച്ചത്. അതുകൊണ്ട് ഫസ്റ്റ് ടേമിനെ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആൾക്ക് കിട്ടുന്ന പ്രൈസ് എമൗണ്ടിനെ ഞാൻ സ്മോൾ എ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആളിനേക്കാൾ 20 രൂപ കുറവാണ് കിട്ടുന്നത് അയാളുടെ പ്രൈസ് എമൗണ്ടിൽ. ഓക്കെ, അപ്പൊ എനിക്ക് എഴുതിക്കൂടെ A-20. ഓക്കെ, ആൻഡ് തേർഡ് പ്രൈസ് കിട്ടിയ ആൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളിനേക്കാൾ 20 രൂപ കുറവാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ A-40 എക്സെട്ര. അങ്ങനെ എത്ര പേരുണ്ട്? 7 പേരാണുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണ്? ഈ 7 പേർക്കും കൂടെ കൊടുക്കുന്ന ടോട്ടൽ എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത് 700. സോ വി ക്യാൻ റൈറ്റ് S7. ദാറ്റ് ഈസ് ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ വി ക്യാൻ റൈറ്റ് 700 is the sum of the first 7 terms of this arithmetic progression. ഓക്കെ, അപ്പോ S7 is equal to 700 എന്ന് എഴുതാൻ കഴിയും. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മൊത്തം എത്ര പേരുണ്ട്? 7. അങ്ങനെയാണെങ്കിൽ N is equal to എത്രയായിരിക്കും? 7. That is number of terms of this AP is 7. Right. So ഇനി നമുക്ക് ഓരോരുത്തരും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? -20 ആണ്. ഓക്കെ, സോ വി ക്യാൻ ടേക്ക് ദ കോമൺ ഡിഫറൻസ് ആസ് -20. സോ നമുക്ക് ഇനി ഈ ഒരു ഇക്വേഷനിൽ എന്താണ് ഉള്ള വാല്യൂസിന് എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ എടുക്കുന്ന ഇക്വേഷൻ ഇതാണ്. n/2 × 2a + n-1 × d എന്ന് പറയുന്ന ഇക്വേഷനിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n 7 / 2 ഇൻറ്റു 2a. എയുടെ വാല്യൂ എന്താണ്? a തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് പ്രൈസിന്റെ എമൗണ്ട് ആയിട്ട് എടുത്തത് എത്രയാണ്? a തന്നെയാണ്. സോ ഞാൻ a എന്ന് പറഞ്ഞ വേരിയബിൾ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് n-1, 7 - 1 is equal to 6 into common difference is equal to -20 which is equal to 700. Okay, next നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ദാ നോക്കുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലും 7 ഉണ്ട്, ഇവിടെ 700 ഉണ്ട്. രണ്ട് പേരും നമ്മൾ എന്ത് ചെയ്യുന്നു? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 700നെ എനിക്ക് 100 എന്ന് എഴുതാനും ഈ 7 ഇവിടുന്ന് പോവുകയും ചെയ്യും. ഇനി ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ 2 ഉണ്ട്, അതിനെ ഞാൻ അപ്പുറം കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ 100 × 2 എന്നായിട്ട് മാറും 200. ഓക്കെ, ബാക്കി ഇവിടെ അരയ്ക്കാനുള്ളത് 2a + 6 × 120 is equal to -6 × 20 is equal to -120 is equal to 200 എന്ന് കിട്ടും. That means 2a is equal to 200 + 120 which is equal to 320. Okay, then a is equal to 320 when divided by 2 we get 160. That is the price amount for the ഫസ്റ്റ് സ്റ്റുഡന്റ്. ഓക്കെ, അതായത് ഫസ്റ്റ് പ്രൈസ് അക്വയർ ചെയ്ത കുട്ടിക്ക് കിട്ടുന്ന പ്രൈസ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്? 160 രൂപയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി 7 പേരത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ്? ഫസ്റ്റ് എമൗണ്ട് കിട്ടിയ ആളിനേക്കാൾ 20 രൂപ കുറവായിരിക്കും സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആൾക്ക്. അങ്ങനെയാണ് 7 കുട്ടികൾക്കായിട്ട് 700 രൂപ എന്ത് ചെയ്ത് കൊടുക്കുന്നത്? സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൈസ് 160 നമുക്ക് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പ്രൈസ് ഈസ് 140. കാരണം എന്താണ്? 160ൽ നിന്നും 20 പോകണം. ആൻഡ് 140ൽ നിന്ന് 20 പോകുമ്പോൾ 120ൽ നിന്നും 20 പോകുമ്പോൾ 100 - 20 is equal to 80 - 20 is equal to 60 and 60 - 20 is equal to 40. That means first price 160, second price amount 140, third price amount 120, fourth price amount 100, fifth price amount 80, sixth price amount is equal to 60 and seventh price amount is equal to 40 rupees. Okay. So students, let's move to our 17th question. Question ശ്രദ്ധിക്കുക. In a school, students thought of planting trees in and around the school to reduce air pollution. അതായത് ഒരു സ്കൂളിലെ കുട്ടികൾ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. That is, they are going to plant ട്രീസ്. ഓക്കെ, ഇൻ ആൻഡ് അറൌണ്ട് ദ സ്കൂൾ. സ്കൂളിനകത്തും സ്കൂളിന് ചുറ്റുമായിട്ട് അവര് ട്രീസ് പ്ലാന്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഡ്യൂസ് എയർ പൊല്യൂഷൻ. ഇറ്റ്സ് എ ഗുഡ് ഡെസിഷൻ. ഓക്കെ, ഇറ്റ് വാസ് ഡിസൈഡഡ് ദാറ്റ് ദി നമ്പർ ഓഫ് ട്രീസ് ദാറ്റ് ഈച്ച് സെക്ഷൻ ഓഫ് ഈച്ച് ക്ലാസ് വിൽ പ്ലാൻ വിൽ ബി ദ സെയിം ആസ് ദി ക്ലാസ് ഇൻ വിച്ച് ദേ ആർ സ്റ്റഡിങ്. അതായത് നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത്
ആ സ്കൂളിലെ ഓരോ ക്ലാസ്സിന്റെയും എത്ര സെക്ഷൻസ് ഉണ്ടോ, ഓക്കെ, അപ്പൊ അവര് പഠിക്കുന്ന ക്ലാസിന്റെ നമ്പർ അനുസരിച്ചുള്ള പ്ലാൻസ് ആയിരിക്കും അല്ലെങ്കിൽ ട്രീസ് ആയിരിക്കും അവര് എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഉദ്ദേശിക്കുന്നത് എക്സാമ്പിൾ എ സെക്ഷൻ ഓഫ് ക്ലാസ് ഫസ്റ്റ്, ഓക്കെ, അതായത് ഒന്നാം ക്ലാസിന്റെ ഒരു സെക്ഷൻ എത്ര ട്രീസ് പ്ലാൻ ചെയ്യും, ഒരു ട്രീ. അതായത് ഒന്നാം ക്ലാസ്സിൽ നിന്നും ഒരു ട്രീ, ഒന്നാം ക്ലാസ്സിൽ നിന്നും മൊത്തത്തിൽ പറയാൻ പറ്റില്ല, ഒന്നാം ക്ലാസ്സിലെ ഒരു ഡിവിഷനിൽ അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ നിന്നും ഒരു ട്രീ, ഓക്കെ. അതേപോലെ രണ്ടാം ക്ലാസ്സിലെ ഒരു സെക്ഷനിൽ നിന്നും രണ്ട് ട്രീ, അതേപോലെ മൂന്നാം ക്ലാസ്സിലെ ഒരു സെക്ഷനിൽ നിന്നും 3 ട്രീ. ഇങ്ങനെ ഒരു പാറ്റേണിലാണ് അവർ എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ള അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ there are 3 sections of each class. ഓരോ ക്ലാസ്സിന്റെയും 3 സെക്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ഒന്നാം ക്ലാസ്സിന്റെ 3 ഡിവിഷൻസ് അല്ലെങ്കിൽ 3 സെക്ഷൻസ് കാണും, ഓക്കെ. അതേപോലെ രണ്ടാം ക്ലാസ്സിന്റെ 3 ഡിവിഷൻസ് അല്ലെങ്കിൽ 3 സെക്ഷൻസ് ഉണ്ട്. അങ്ങനെ എത്ര ക്ലാസ് ഉണ്ട്, 12 ക്ലാസ് ഉണ്ട് ആ സ്കൂളിൽ, ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൗ മെനി ട്രീസ് വിൽ ബി പ്ലാന്റഡ് ബൈ ദ സ്റ്റുഡൻസ്, ടോട്ടൽ ആ കുട്ടികൾ എത്ര ട്രീസ് പ്ലാന്റ് ചെയ്തു എന്നാണ് നമുക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഓക്കെ. അപ്പം ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയല്ലോ. ഇനി ആ ഒരു സിറ്റുവേഷനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ടേബിൾ ചെയ്യാൻ പോവുകയാണ്. മൊത്തം ആ സ്കൂളിൽ എത്ര ക്ലാസ് ഉണ്ട്, 1 to 12, അതായത് ഒന്നാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കേസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാം ക്ലാസ്സിൽ എത്ര ഡിവിഷൻ ഉണ്ട്, 3 ഡിവിഷൻ ഉണ്ട്. ഓരോ ഡിവിഷനിലും എത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്, ഒരെണ്ണം. അങ്ങനെയാണെങ്കിൽ ഒന്നാം ക്ലാസ്സിലെ 3 ഡിവിഷനും കൂടെ ചേർന്ന് എത്ര പ്ലാന്റ്സ് ആയിരിക്കും എത്ര ട്രീസ് ആയിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക, 3, ഓക്കെ. രണ്ടാം ക്ലാസ്സിലെ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു സെക്ഷൻ 2 ട്രീസ് ആണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 3 സെക്ഷനും കൂടെ ചേർന്നിട്ട് 6 ആയിരിക്കും, ഓക്കെ. മൂന്നാം ക്ലാസ്സിലെ ഒരു സെക്ഷൻ 3 പ്ലാന്റ്സ് ആണ് അല്ലെങ്കിൽ 3 ട്രീസ് ആണ് പ്ലാന്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മൂന്നാം ക്ലാസ്സിലെ 3 ഡിവിഷനും കൂടെ ചേർന്നിട്ട് 9 ആയിരിക്കും, ഓക്കെ. അങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ പോയി നമുക്ക് 12ാം ക്ലാസ് വരെയുള്ള കേസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 12ാം ക്ലാസ്സിലെ ഒരു സെക്ഷനില് 12 ട്രീസ് ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ 3 സെക്ഷനിലും കൂടെ ആയിട്ട് മൊത്തം 36 ട്രീസ് ആയിരിക്കും 12ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചപ്പോൾ എന്താണ് മനസ്സിലായത്, ഫസ്റ്റ് ടേം 3, സെക്കൻഡ് ടേം 6 minus 3 is equal to എത്രയാണ്, 3, ഓക്കെ. നെക്സ്റ്റ് ഞാൻ തേർഡ് ടേം 9 minus 6 സെക്കൻഡ് ടേം is equal to 3. സോ ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ദിസ് സിറ്റുവേഷൻ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ചോദിച്ചിരിക്കുന്നത് എന്താണ്, നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ കുട്ടികളെല്ലാം കൂടെ ചേർന്നിട്ട് എത്ര പ്ലാന്റ്സ് മൊത്തത്തിൽ പ്ലാന്റ് ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ 3 എണ്ണം, രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ 6 എണ്ണം, മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ 9 എണ്ണം, അങ്ങനെ 12ാം ക്ലാസ്സിലെ കുട്ടികൾ 36 എണ്ണം വരെ ആവുമ്പോൾ we have to find the sum of first 12 terms of this AP, okay, right. അപ്പോ ഞാൻ ഈ 12ാം ക്ലാസ്സിലെ കുട്ടികൾ വരെയുള്ള ടോട്ടൽ കുട്ടികൾ എത്ര ട്രീസ് പ്ലാന്റ് ചെയ്തു എന്നാണ് കണ്ടുപിടിക്കുന്നത്, സം ആണ് കണ്ടുപിടിക്കേണ്ടത്, ഓക്കെ. അപ്പൊ നേരെ നമുക്ക് ഇക്വേഷനിലേക്ക് പോവാം. ഞാനിവിടെ 12ാം ക്ലാസ്സിലെ കുട്ടികൾ എത്ര ട്രീസ് പ്ലാന്റ് ചെയ്യും എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അതങ്ങനെ കണ്ടുപിടിച്ചില്ല, അതിങ്ങനെ നിങ്ങൾ ഹൈഫൻ ഇട്ടിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്താലും മതിയാകും, ഓക്കെ. അപ്പോ ഞാനിതാണ്ട് n by 2 into first term plus last term. n is equal to 12, 12 by 2 is equal to 6, okay. 3 plus 36 is equal to 39, 6 into 39 is equal to 234. അതായത് മൊത്തം 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ 234 ട്രീസ് ആണ് എന്ത് ചെയ്തത്, പ്ലാന്റ് ചെയ്തത്, സ്കൂളിന് അകത്തും സ്കൂളിന് ചുറ്റുമായിട്ട്, ഓക്കെ. ക്ലിയർ ആണല്ലോ. So students, let's move to our 18th question. A spiral is made up of successive semicircles with centers alternately at A and B. Okay. അപ്പോൾ ഒരു സ്പൈറൽ നമ്മൾ ഉണ്ടാക്കി അല്ലെങ്കിൽ സ്പൈറൽ നമ്മൾ വരയ്ക്കുകയാണ്. എങ്ങനെയാണ് വരയ്ക്കുന്നത്, സക്സസീവ് ആയിട്ട് സെമി സർക്കിൾസ് വരച്ചായിട്ടാണ്. അതായത് അടുത്തടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, സെമി സർക്കിൾ വരച്ച് പോവുകയാണ്. ആൻഡ് നമ്മൾ വരയ്ക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ 2 പോയിന്റ്സ് കൺസിഡർ ചെയ്യുന്നു, എയും ബിയും. ഫസ്റ്റ് സർക്കിളിന്റെ സെന്റർ എ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സർക്കിളിന്റെ സെന്റർ ആരായിരിക്കും, ബി ആയിരിക്കും. തേർഡ് സർക്കിളിന്റെ ആരാണ്, തിരിച്ച് എ ആയിരിക്കും. ആൻഡ് ഫോർത്ത് സർക്കിളിന്റെ ആരാണ്, ബി ആയിരിക്കും. അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് സെന്റേഴ്സ് ഇങ്ങനെ മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓക്കെ. പിന്നെ നമുക്ക് പറയുന്ന കണ്ടീഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് സെന്റർ എ. അപ്പം ഈ ഒരു സ്പൈറൽ നമ്മൾ ഡ്രോ ചെയ്യുന്ന ആദ്യത്തെ സെമി സർക്കിള് ഏതാണ് സെന്റർ, എ ആണ് സെന്റർ. അതേപോലെ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 0.5 സെന്റിമീറ്റർ ആണ്, ഓക്കെ. നെക്സ്റ്റ് സർക്കിളിൻ്റെത് ബി ആണ് സെന്റർ, അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 1.0 സെന്റിമീറ്റർ. നെക്സ്റ്റ് ഈസ് 1.5 സെന്റിമീറ്റർ ആൻഡ് നെക്സ്റ്റ് ഈസ് 2.0 സെന്റിമീറ്റർ എക്സെട്ര.
ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ടേംസ് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം അതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പോലെയാണ് പോകുന്നത്. 0.5, 1.0, 1.5, 2.0 അങ്ങനെ, അതായത് 0.5, 1, 1.5, 2 അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. 0.5 ആണ് കോമൺ ഡിഫറൻസ്. ഓക്കെ, അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അതല്ല. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് സച്ച് എ സ്പൈറൽ മെയ്ഡ് അപ്പ് ഓഫ് 13 കൺസിക്യൂട്ടീവ് സെമി സർക്കിൾസ്? ഇങ്ങനെ അടുത്തടുത്ത് ഒരു 13 സെമി സർക്കിൾ നമ്മൾ ഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പൈറലിന്റെ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അതിനെ ഒന്ന് ഫിഗർ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ ചെയ്യാൻ പറ്റും? വരച്ചിരിക്കാം. സ്പൈറൽ ആണ് വരച്ചിരിക്കുന്നത്. ആൾട്ടർനേറ്റ് ആയിട്ട് സെമി സർക്കിൾസ് ആണ്. നോക്കിയാണ് 1, 2, 3, 4 അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, 13 എണ്ണം വരയ്ക്കാനുള്ള സ്പേസ് നമുക്കില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ സെമി സർക്കിളിന്റെ സെന്റർ എവിടെയാണ്? എയിലാണ് ആണല്ലോ. അങ്ങനെ പറയുന്നു അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 0.5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ ആദ്യത്തെ സർക്കിൾ സെമി സർക്കിൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു സെമി സർക്കിളിന്റെ സർക്കംഫറൻസ് ലെങ്ത് ആണ് നമ്മളിത് ചോദിച്ചിരിക്കുന്നത്. അതായത് ആദ്യത്തെ ഈ ഒരു സെമി സർക്കിൾ ഉപയോഗിച്ചിട്ട് വന്നത് വരെയുള്ള സ്പൈറലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ സെമി സർക്കിളിന്റെ സർക്കംഫറൻസ് ആയിരിക്കും ആണല്ലോ. ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് 2πr ആണെന്നുണ്ടെങ്കിൽ ഒരു സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയേ ഉള്ളൂ, ദാറ്റ് ഇസ് πr ആയിരിക്കും അതിന്റെ സർക്കംഫറൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് സെമി സർക്കിൾ വെച്ച് ഉണ്ടാക്കിയത് വരെയുള്ള സ്പൈറലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? πr. ഓക്കെ, റേഡിയസ് നമുക്ക് എത്ര വന്നിട്ടുണ്ട്? 0.5. അങ്ങനെയാണെങ്കിൽ 0.5 r. സോറി, റേഡിയസ് നമുക്ക് 0.5 ആണ്. അങ്ങനെയാണെങ്കിൽ 0.5 π എന്നായിരിക്കും വരുന്നത് ആണല്ലോ. നെക്സ്റ്റ് അതാണ് സെക്കൻഡ് സ്പൈറലിൽ ശ്രദ്ധിക്കുക, സോറി സെക്കൻഡ് സെമി സർക്കിൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള സ്പൈറലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് സെമി സർക്കിൾ ആയ ഇതിന്റെ ബിയിൽ സെന്റർ ഉള്ള ആ ഒരു സെമി സർക്കിളിന്റെ സർക്കംഫറൻസ് ആയിരിക്കും ആണല്ലോ. അങ്ങനെ ഇത് തുടർന്നേ പൊക്കോണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു ഫിഗറിനെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ സിറ്റുവേഷനെ ഞാൻ ടേബിൾ ചെയ്തപ്പോ നിങ്ങൾ ശ്രദ്ധിക്കാം. നമുക്ക് സെമി സർക്കിൾസിന്റെ എണ്ണം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 1 മുതൽ 13 എണ്ണം വരെയാണ് വന്നിരിക്കുന്നത് ആണല്ലോ. ആദ്യത്തെ സെമി സർക്കിളിന്റെ ലെങ്ത് അല്ലെങ്കിൽ ആദ്യത്തെ സെമി സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? റേഡിയസ് 0.5 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ πr എന്നാണ്. അപ്പോഴത്തേക്ക് നമുക്ക് 0.5 π എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ സെമി സർക്കിളിന്റെ ലെങ്ത് എത്രയായിരിക്കും? നമുക്ക് πr എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ 1.0 π, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും π എന്ന് മാത്രം കൊടുത്താലും മതിയാവും. 1.0 എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇക്വലന്റ് ടു 1. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ മൂന്നാമത്തെ ചെയ്യുമ്പോൾ നമുക്ക് 1.5 π കിട്ടും. അങ്ങനെ 13ാമത്തത് വരെ ഉള്ളത്. നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു സ്പൈറലിന്റെ ഇങ്ങനെ 13 എണ്ണം വെച്ചിട്ട് 13 സെമി സർക്കിൾ സക്സസീവ് ആയിട്ട് നമ്മൾ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ സ്പൈറലിന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ദ സം of the first 13 terms of this arithmetic progression, right? അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? We are going to find the sum of first 13 terms. അപ്പൊ S13 is equal to, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ പറ്റും, ഇത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ്? ഈ S13 എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എന്താണ്? 0.5 π പ്ലസ് 1.0 π പ്ലസ് എക്സെട്രാ പ്ലസ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 13 ടേംസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പൈ കോമൺ എടുക്കുകയാണ്. ഓക്കെ, പൈ കോമൺ എടുത്തിട്ട് ബാക്കിയുള്ള ടേംസും എന്തിലാണ് കിടക്കുന്നത്? അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പൈ കോമൺ എടുത്തതിന് ശേഷം ഈ പൈ ഞാൻ ഇവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ടേംസിന്റെ സം ആണ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം, 13/2 into 2 into 0.5. ഫസ്റ്റ് ടേം is 0.5 plus n minus 1, അതായത് 13 minus 1 is equal to 12 into കോമൺ ഡിഫറൻസ് എത്രയാണ്? 0.5. ഓക്കെ, is equal to നമുക്ക് എങ്ങനെ കിട്ടും? 13/2 into 2 into 0.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. 12 into 0.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. into പൈ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ 1 plus 6 is equal to എത്രയാണ്? 7. അപ്പൊ 13 into 7, സോറി 13/2 into 7 into പൈയുടെ വാല്യൂ ഞാൻ കൊടുക്കുകയാണ് 22/7. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 7 ഉണ്ട്, കോമൺ ആണ്. നമ്മളത് എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു 22, ഇവിടെ ഒരു 2 ഉണ്ട്. സോ അത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 11 ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് 13 and 11 which is equal to 143 centimeter. That is the length of this spiral made by 13 successive circles is 143 centimeter. Okay. So students, let's move to the second last question of our exercise 5.3. Okay, so question ശ്രദ്ധിക്കുക. 200 logs are stacked in the following manner. അതായത് മൊത്തം 200 തടിയുടെ കഷ്ണമുണ്ട്. ഇത് എന്ത് ചെയ്യാണ്? ഒരു പ്രത്യേക രീതിയിൽ അടുക്കി വെക്കുകയാണ്.
പറയുന്നത് 20 ലോഗ്സ് ഇൻ ദ ബോട്ടം റോ. ഏറ്റവും താഴത്തെ വരിയിൽ എത്ര എണ്ണം? 20 ലോഗ്സും അതിന് തൊട്ട് മുകളിലത്തെ വരിയിൽ 19, അതിന് തൊട്ട് മുകളിൽ 18. ഇങ്ങനെയാണ് അടുക്കി വെച്ച് പോകുന്നതെങ്കിൽ ഈ 200 ലോഗ്സ് നമുക്ക് എത്ര വരികളിലായി അടുക്കി തിട്ടപ്പെടുത്താൻ കഴിയും? അതേപോലെ ഏറ്റവും മുകളിലത്തെ വരിയിൽ എത്ര തടി കഷ്ണം ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സിറ്റുവേഷനെ ഒന്ന് ടേബിൾ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ നോക്കുമ്പോ നമുക്ക് എത്ര റോസ് ഉണ്ട് ഇങ്ങനെ പോവാണ്. 1 2 3 എത്ര റോസ് ഉണ്ടോ നമുക്ക് അറിയത്തില്ല. സോ നമ്മൾ ലാസ്റ്റ് റോയെ n എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റോയിൽ 20 തടി കഷ്ണം, സെക്കൻഡ് റോയിൽ 19, തേർഡ് റോയിൽ 18, അങ്ങനെ പോകുന്നു. ടോപ്പ് റോയിൽ എത്രയാണെന്ന് നമുക്കറിയില്ല. സോ നമ്മൾ n ആയതുകൊണ്ട് an എന്ന് പറഞ്ഞിട്ട് എടുക്കും. നമുക്ക് ഇവിടെ അറിയാവുന്ന കണ്ടീഷൻസ് എന്താണ്? ഫസ്റ്റ് റോയിൽ 20 ഉണ്ട്, അതേപോലെ ആദ്യത്തെ റോയിൽ എത്ര വെക്കുന്നു അതിനേക്കാൾ 1 കുറച്ചായിരിക്കും രണ്ടാമത്തെ റോയിൽ, അതിനേക്കാൾ 1 കുറച്ചായിരിക്കും മൂന്നാമത്തെ റോയിൽ. അതായത് കോമൺ ആയിട്ട് ഡിഫറൻസ് ഉണ്ട്. എത്രയാണ്? -1. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലൂ എന്ന് പറയുന്നത് മൊത്തം എത്ര ലോഗ്സ് ഉണ്ട്? 200 എണ്ണം ഉണ്ട് ആണല്ലോ. അപ്പോ വി ക്യാൻ റൈറ്റ് ദ സം Sn is equal to എത്ര? 200 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഇക്വേഷൻ കൊടുക്കുമ്പോൾ n/2 into 2 into a is equal to 20 plus n-1 into d is equal to -1 is equal to 200. ഓക്കെ, അപ്പോ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 into 20 is equal to 40. ഓക്കെ, ഈ -1 ഇതിനകത്തേക്ക് വരുമ്പോൾ -n+1 എന്നാവും. ഈ ഒരു ഓൾ ഇക്വേഷനെ ഞാൻ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ 2നെ ഇപ്പുറത്തേക്ക് കൊടുത്താൽ 200 into 2 is equal to 400 എന്നും ഇവിടെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40n minus n square plus n is equal to 400 എന്നും കിട്ടും. ഇതിനെ ഞാനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. n square minus 41n plus 400 is equal to 0. ഓക്കെ, അപ്പോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് കിട്ടിയത്. നമുക്ക് എന്താണ്? നമ്പർ ഓഫ് ടേംസ്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് റോസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സോൾവ് ദിസ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ഫാക്ടറൈസേഷൻ മെത്തേഡ്, ക്വാഡ്രാറ്റിക് മെത്തേഡ്, ഏതാണോ എളുപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എനിക്കിതിനെ n-16 into n-25 എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് എന്നിന്റെ വാല്യൂ എനിക്ക് കിട്ടുന്നത് 2 വാല്യൂസ് ആണ്, 16ഉം 25. ഓക്കെ, രണ്ടും എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ. കാരണം എണ്ണമാണെങ്കിൽ പോസിറ്റീവ് വാല്യൂസേ വരാൻ പറ്റത്തുള്ളൂ. രണ്ടും പോസിറ്റീവ് വാല്യൂസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏത് സിറ്റുവേഷൻ ആണ് കറക്റ്റ് എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഏറ്റവും ടോപ്പ് മോസ്റ്റ് റോയിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടോപ്പ് മോസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ 16ാമത്തത് അല്ലെങ്കിൽ 25ാമത്തത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അത് മൊത്തം 16 റോ അല്ലെങ്കിൽ 25 റോ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 റോസിലും എത്ര വീതം കാണും എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് 16ാമത്തെ റോയിൽ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാൻ a16 is equal to a plus 15d is equal to 20 minus 15 into -1 is equal to -15. 20 minus 15 is equal to 5. ഓക്കെ, അപ്പൊ നമുക്ക് 16ാമത്തെ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ 16 റോസ് ആണ് ഉണ്ടത് എന്നുണ്ടെങ്കിൽ 16ാമത്തെ റോ, അതായത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് റോയിൽ 5 ലോഗ്സ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇപ്പൊ 25 എണ്ണം ഉണ്ടെങ്കിൽ എങ്ങനെ എടുക്കാം? 25 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ a plus 24d is equal to 20 minus 24. നമുക്ക് -4 എന്നാണ് കിട്ടുന്നത്. ഒരിക്കലും തടിക്കഷ്ണത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? -4 എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് 25 റോസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്താണ്? ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, ഈസ് നോട്ട് പോസിബിൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആര് മാത്രമേ ഉള്ളൂ? 16. Okay, that is we can say that 200 logs are arranged in 16 rows with 5 logs in the topmost row അല്ലെങ്കിൽ in the 16th row. Okay, so students, let's move to the last question of our exercise 5.3. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി എടുത്താൽ നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ നോക്കുക. ഇനി പൊട്ടറ്റോ റൈസ്. ഓക്കെ, ഈ പൊട്ടറ്റോ റൈസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാല് ഒരാളിനെ പൊട്ടറ്റോസ് ഇങ്ങനെ ഒരു ലൈൻ ആയിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കും. നമ്മൾ പോയി ആദ്യത്തെ പൊട്ടറ്റോ എടുത്തതിന് ശേഷം തിരിച്ച് അതുകൊണ്ട് ഒരു ബോക്സിൽ ഇടണം. നെക്സ്റ്റ് നമ്മൾ പിന്നെ ഒരു രണ്ടാമത്തെ പൊട്ടറ്റോ എടുത്തിട്ട് അത് തിരിച്ചു കൊണ്ടുവന്ന് ഒരു ബോക്സിൽ ഇട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു റേസ് ആണ് പൊട്ടറ്റോ റേസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ a bucket is placed at the starting point. Starting point ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് which is 5 meters from the first potato. ആദ്യത്തെ പൊട്ടറ്റോയിൽ നിന്നും ഈ ബക്കറ്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ഓക്കെ, പിന്നെ and the other potatoes are placed 3 meters apart in a straight line. ആദ്യത്തെ പൊട്ടറ്റോ
ബക്കറ്റിൽ നിന്നും 5 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പൊട്ടറ്റോസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3 മീറ്റർ 3 മീറ്റർ 3 മീറ്റർ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, എ കോമ്പറ്റീറ്റർ അതായത് ഇതിൽ പങ്കെടുക്കുന്ന ഒരാള് സ്റ്റാർട്ട്സ് ഫ്രം ദ ബക്കറ്റിന്റെ അടുത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് പിക്സ് അപ്പ് ദ നിയറസ്റ്റ് പൊട്ടറ്റോ, അതായത് ആദ്യം പോയി ഫസ്റ്റ് പൊട്ടറ്റോ എടുത്തതിന് ശേഷം റൺസ് ബാക്ക് വിത്ത് ആൻഡ് ഡ്രോപ്സ് ഇറ്റ് ഇൻ ദ ബക്കറ്റ്. അത് എടുത്തതിന് ശേഷം അതിനെ എടുത്തുകൊണ്ട് തിരിച്ചു വന്ന് ആ ബക്കറ്റിൽ ഇടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റൺസ് ടു ദി ബക്കറ്റ് ടു ഡ്രോപ്പ് ഇറ്റ് ആൻഡ് ഷീ കണ്ടിന്യൂസ് ഇൻ ദ സെയിം വേ അണ്ടിൽ ഓൾ ദ പൊട്ടറ്റോസ് ആർ ഇൻ ദ ബക്കറ്റ്. അപ്പൊ ഈ പെൺകുട്ടി ഇതെന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതായത് ഒന്നാമത്തെ പൊട്ടറ്റോ കൊണ്ടിട്ടതിന് ശേഷം തിരിച്ചു പോയി ഓടി രണ്ടാമത്തെ പൊട്ടറ്റോ എടുത്തതിന് ശേഷം തിരിച്ചു കൊണ്ടത് ബക്കറ്റിൽ ഇടുന്നു. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് പൊട്ടറ്റോസ് തീരുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തം 10 പൊട്ടറ്റോസ് ആണുള്ളത് ആ ഒരു ലൈനിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, അതായത് എത്ര ദൂരം അവള് റൺ ചെയ്ത് കാണും എന്നാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്? ബക്കറ്റിൽ നിന്നും ആദ്യത്തെ പൊട്ടറ്റോയുടെ ദൂരം എത്രയാണ്? 5 മീറ്റർ ആണ്. ഓക്കെ, ഈ പെൺകുട്ടി ഒരു തവണയാണോ ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്തത്? അല്ല, അത് പോയി എടുത്തതിന് ശേഷം തിരിച്ച് ബക്കറ്റിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ആണല്ലോ. അതായത് അവള് 2 വട്ടം ഓടുകയാണ് ഈ ഒരു 5 മീറ്റർ. അതായത് ആദ്യത്തെ പൊട്ടറ്റോ എടുക്കാൻ അവൾ കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? 10 മീറ്റർ. കാരണം എന്താണ്? 5 അങ്ങോട്ട് 5 ഇങ്ങോട്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ പൊട്ടറ്റോ 5 മീറ്റർ ദൂരത്തിരിക്കുന്നു. രണ്ടാമത്തെ പൊട്ടറ്റോ ഈ 5 മീറ്ററിനേക്കാൾ 3 മീറ്റർ ദൂരയിലിരിക്കുന്നത്, അതായത് 8 മീറ്റർ ദൂരത്താണ് ഇരിക്കുന്നത്. ബക്കറ്റിന് അടുത്ത് വന്നതിന് ശേഷം ഈ പെൺകുട്ടി പിന്നെയും ഓടണം. എത്ര മീറ്റർ? ഈ 8 മീറ്റർ ഓടണം, തിരിച്ചും വരണം. ഓക്കെ, അപ്പൊ 8 × 2 മൊത്തം 16 മീറ്റർ രണ്ടാമത്തെ പൊട്ടറ്റോ എടുക്കാൻ ആ പെൺകുട്ടി ഓടണം ആണല്ലോ. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ രണ്ടാമത്തെ പൊട്ടറ്റോയുടെ പൊസിഷൻ എവിടെയായിരുന്നു? 8 മീറ്റർ ആണ്. ബക്കറ്റിൽ നിന്നും 8 മീറ്റർ ദൂരത്ത്. പിന്നെ 3 മീറ്റർ അകലം എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ പൊട്ടറ്റോ ഇരിക്കുന്നത് 11ാമത്തെ മീറ്ററിലാണ്. ബക്കറ്റിൽ നിന്നും 11 മീറ്റർ അകലെയാണ് ഇരിക്കുന്നത്. ഈ പെൺകുട്ടി 11 മീറ്റർ ആദ്യം അങ്ങോട്ട് ഓടിയതിനു ശേഷം തിരിച്ച് അത് ബക്കറ്റിൽ ഇടാൻ വേണ്ടി തിരിച്ചു ഓടി. അപ്പൊ 2 × 11 = 22 മീറ്റേഴ്സ് ആണ് അവള് മൂന്നാമത്തെ പൊട്ടറ്റോ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തത്? കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. ഇങ്ങനെ മൊത്തം എത്ര പൊട്ടറ്റോസ് ഉണ്ട്? 10 പൊട്ടറ്റോസ് ഉണ്ട്. ഓക്കെ, അപ്പൊ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അങ്ങനെ ഈ 10 പൊട്ടറ്റോസ് ഇവള് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര ദൂരം ടോട്ടൽ ഓടി എന്നാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇതിനെ ഞാൻ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആയിട്ട് എഴുതിയാൽ നോക്കുക. ഫസ്റ്റ് പൊട്ടറ്റോ എടുക്കാൻ 10 മീറ്റർ, സെക്കൻഡ് 16, മൂന്നാമത്തെ എടുക്കാൻ 22, അങ്ങനെ 10 എണ്ണം. ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ 16 - 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. അതേപോലെ 22 - 16 എന്ന് പറഞ്ഞാൽ 6 ആണ്. ദാറ്റ് മീൻസ് the terms of this sequence, successive terms of this sequence have a common difference, right? So നമുക്ക് പറയാൻ പറ്റും they are in arithmetic progression ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ അവൾ കവർ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? സം ഓഫ് ദി ഫസ്റ്റ് 10 ടേംസ് ഓഫ് ദിസ് AP. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് S10 കണ്ടുപിടിക്കണം is equal to 10/2 into 2 into A. ഫസ്റ്റ് ടേം ആരാണ്? 10 plus n - 1 9. ഓക്കെ, കോമൺ ഡിഫറൻസ് ആരാണ്? 6. ഓക്കെ, അത് നമ്മൾ ചെയ്യുമ്പോൾ 2 × 10 is equal to 20, 9 × 6 is equal to 54, 10/2 is equal to 5. So നമുക്ക് 20 + 54 is equal to 74, 74 × 5 is equal to 370 meter. ഓക്കെ, അതായത് ആ ഒരു പെൺകുട്ടി ഈ ഒരു പൊട്ടറ്റോ റേസിൽ ഈ 10 പൊട്ടറ്റോസിനെയും കളക്ട് ചെയ്ത് ഈ ഒരു ബക്കറ്റിൽ നിക്ഷേപിക്കണം എന്നുണ്ടെങ്കിൽ she has to cover 370 meter. ഓക്കെ, അപ്പോ മനസ്സിലായല്ലോ. 12 ആദ്യത്തെ ഒരെണ്ണം എടുത്തു, തിരിച്ചു കൊണ്ടിട്ടു, രണ്ടാമത്തെ പൊട്ടറ്റോ എടുത്തു, തിരിച്ചു കൊണ്ടിട്ടു, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് 10ാമത്തെ പൊട്ടറ്റോ എടുത്ത് തിരിച്ചു കൊണ്ടിടുന്നത് വരെ ടോട്ടൽ ആ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് 370 മീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മുടെ 5.3 എന്ന് പറയുന്ന എക്സസൈസ് ഇവിടെ തീരുകയാണ്.